കാലുവാരി അവന് ഇത്തവണ ഞങ്ങൾ വോട്ട് ചെയ്യുമോ? കഴിക്കാറില്ല. എനിക്ക് അരുവ ചുറ്റികളായിരുന്നു. അപ്പോൾ അവരെ നിർത്തും. പെൻഷനൊന്നും കിട്ടുന്നില്ല. അത് കോൺഗ്രസിൻ്റെ പാർട്ടിയുടെ വോട്ട് അങ്ങനെ തന്നെ തെന്നിപ്പോവും. അങ്ങനെ ചോദിക്കില്ല. നമുക്കിപ്പോൾ ഒന്നും പറയാനില്ല. കേരളത്തിൽ നിന്ന് 19 എം പിമാരുണ്ടായിട്ട് പോലും 18 എം പിമാർ നമ്മുടെ തോമസ് ചാഴിക്കാടനാണ് മാറി മറ്റൊരു സ്ഥലത്തേക്ക് വന്നത്, നേരിൻ്റെ പക്ഷത്തേക്ക് വന്നത്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും കേരളത്തിൽ നിന്നും പാർലമെൻറ്റിൽ ശബ്ദിക്കുന്ന എം പിമാരുണ്ടാകണമെങ്കിൽ അത് ഇടതുപക്ഷത്തു നിന്നുള്ള എം പിമാരായിരിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ചാഴിക്കാടൻ തന്നെ വീണ്ടും ഒരു മുന്നോട്ട് വരുമെന്നാണ് പ്രത്യാശിക്കുന്നത്. കാലുവാരി അവന് ഇത്തവണ ഞങ്ങൾ വോട്ട് ചെയ്യുമോ? ചെയ്യുകയില്ല. അവന് ഇനിയും കാശ് മേടിച്ചിട്ട് ഞവറ വരും. അത്ര സ്വഭാവക്കാരനാണ്, നിലവില്ലാത്തവനാണ് ചാഴികാടൻ. നമുക്കുള്ള വിശ്വാസം പോയി, അത്രേ ഉള്ളൂ പാർട്ടിക്കാരോടുള്ള. ഈയിടെയായിട്ട് ഇതിന് കുറേ നാൾ മുമ്പൊക്കെ കുഴപ്പമില്ലായിരുന്നു. ഈയിടെയായിട്ട് നമുക്കുള്ള ഇതൊക്കെ പോയി. എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ UDF ഞാൻ UDFകാരനാണ്, അതുകൊണ്ടാണ് ഞാൻ നല്ല ഭൂരിപക്ഷത്തിൽ ചെയ്യും. എന്നുവെച്ചാൽ ഈ 2 നിയോജകമണ്ഡലം ഉള്ളു LDFന്, കുമരവും തിരുവാർപ്പും ഉള്ളു ഇതിൻ്റെ ഈ LDFിൻ്റെ പ്രധാന കേന്ദ്രം. അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഈ നിയോജകമണ്ഡലം ബാക്കി ഭാഗം എല്ലാം UDFിൻ്റെയാണ്. തന്നെയല്ല ഇയാളോട് അത്ര ഇഷ്ടമുള്ള ഇരുന്നിട്ടല്ല ഇപ്പോൾ. തുഷാർ മത്സരിക്കുമ്പം സാധാരണ ഏറ്റുമാനൂർ മണ്ഡലത്തിൽ നിന്ന് കുറച്ച് വോട്ട് തുഷാർ പിടിക്കും. പക്ഷെ അത് LDFിൻ്റെ വോട്ട് പോകാനുള്ള സാധ്യതയില്ല. ഇതിനു മുമ്പ് പിന്നെ AG തങ്കപ്പൻ ഇവിടെ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ചായിരുന്നു. ആ സമയത്തും ഇതുപോലെ LDFിൻ്റെ വോട്ട് പോകുന്നുവെന്ന് വലിയ പ്രചാരണമൊക്കെ നടന്നു. പക്ഷേ സംഭവിച്ചത് UDFിൻ്റെ വോട്ടാണ് നഷ്ടപ്പെട്ടത്. കോൺഗ്രസ്സുകാർക്ക് ഒന്നും പറയാനില്ല. BJP ഇവിടെ ഇല്ല. PDS വെറുതെ മത്സരിക്കുന്നു, അതേ ഉള്ളൂ. അത് ഇവിടെ 100% ചാഴിക്കാടൻ തന്നെ. കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചെയ്താൽ ഇത്തവണ ചെയ്യുകയില്ല. ഇതൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഇതുപോലൊന്നും വിശദീകരിച്ച് ഞാൻ പറയുന്നില്ല. പഴയ കാലം കുടുംബപരമായിട്ടേ കോൺഗ്രസ്സുകാരാണ്. ഞങ്ങൾക്ക് ജയിച്ചിട്ട് എല്ലാവരും കണക്കാം. ഞങ്ങൾക്ക് ആരും ഒന്നും തിരുവാറ്. എനിക്ക് അരുവ ചുറ്റികളായിരുന്നു. അപ്പോൾ അവരെ നിർത്തും. പെൻഷനൊന്നും കിട്ടുന്നില്ല. ടൈറ്റ് മത്സരമുണ്ട്. വേണ്ട കേരള കോൺഗ്രസ് അല്ല എനിക്കത്. കാരണം ടൈറ്റ് മത്സരം ഉണ്ടാവും. അതൊന്നുമില്ല. അത് കേരള കോൺഗ്രസ് പണ്ട് തൊട്ടുള്ളതല്ലേ, ഒരു പുതിയ സംഭവമല്ലല്ലോ. അവരുടെ കൂട്ടത്തിൽ അവരുടെ സെക്രട്ടറി ഉൾപ്പെടെ പോകുന്നില്ല, പ്രസിഡന്റ്. കുറേ കാര്യങ്ങൾ ഇല്ല, വലിയ ക്ഷണം ബാധിക്കില്ല. എല്ലാ വർഷവും അവിടെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ സ്ഥിരമായിട്ട് കേരള കോൺഗ്രസ്സുകാരാണ്. അവരിൽ ആരെങ്കിലും ഒരാൾ ജയിക്കും, അതാണ് പ്രതീക്ഷ. നമ്മുടെ അവകാശമല്ലേ, തീർച്ചയായിട്ടും ചെയ്യും. നമുക്ക് അങ്ങനത്തെ പാർട്ടിപരമായിട്ട് നമുക്ക് അങ്ങനത്തെ ആലങ്കാരമായിട്ട് സംസാരിക്കാനൊന്നും അറിയത്തില്ല. നാടിന് വേണ്ടി നന്മ ചെയ്യാനായിട്ട് ആരാണോ യോഗ്യത അവർ പറഞ്ഞതാണ് നമ്മുടെ ആഗ്രഹം. തോമസ് ചാഴികാടനാണ് ഇവിടെ ജയിക്കാൻ സാധ്യത. എന്തുകൊണ്ടാണ്? പുള്ളിയുടെ പ്രവൃത്തി അതേ രീതിയിലുള്ളതായിരുന്നു. നാട്ടുകാരോട് അങ്ങനെയായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമേ. എനിക്കൊന്നും അറിയാൻ മേലോട്ട്. രാഷ്ട്രീയം പറയേണ്ട വലിയ കാര്യമൊന്നും ഇല്ലത്. നമ്മൾ പണിയത് നമുക്കുണ്ട്, അത്രേ ഉള്ളു. അല്ലാതെ ഇവിടെ ആർക്കൊണ്ട് ഒരു ഉപകാരമൊന്നുമില്ല. അതാ ഞങ്ങൾ ചങ്ക് പൊട്ടിച്ചു, കോൺഗ്രസ്സുകാർ ചങ്ക് പൊട്ടിച്ചു. 1,50,256 വോട്ടിന് ജയിപ്പിച്ചതാണ്. അവൻ അങ്ങാപ്പുറം പോയി, മാനയുടെ കൂടെ. അവന് രക്ഷപ്പെടുകയല്ല. പൊളിറ്റിക്സ് എന്താണ്? രാഷ്ട്രീയക്കാരൻ ചെയ്യുന്നത് എന്തോ അതാണ് പൊളിറ്റിക്സ്. അപ്പോൾ പൊളിറ്റിക്സിൽ നമ്മൾ അതിന് കാലമാറ്റം നമ്മൾ പറയുമായിരിക്കുന്നത് ഇതൊരു കാലമാറ്റമാണെന്ന് നമുക്ക് കരുതാം. പക്ഷേ രാഷ്ട്രീയ സാഹചര്യം എന്തായിരുന്നു? കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിനനുസരിച്ച് അദ്ദേഹം ഒരു മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലിൽ നിന്നും രക്ഷപ്പെടുക എന്നുള്ള ഒരു മാർഗത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം അടുത്ത ഒരു ചേരിയിലേക്ക് മാറി എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. തുഷാറിനൊക്കെ ഇവിടെ കുറേ വോട്ട് കിട്ടും. അത് LDFിൻ്റെ വോട്ടേ കിട്ടുള്ളൂ, ഈഴവരുടെ വോട്ട് ഇത്രേ കിട്ടുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം അതൊക്കെ ഉണ്ട്, LDFകാർക്കുണ്ട്, ഉള്ളിലുണ്ട്. അവർ കാശ് മേടിച്ചുകൊണ്ട് പോസ്റ്റർ ഒട്ടിക്കാൻ നടക്കും, അത്രേ ഉള്ളൂ. ഈ സത്യമുള്ള കാര്യമാണ് പറയുന്നത്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ.
ചെറിയ ശതമാനം തന്നെ പോയെങ്കിലേ ഈ സമുദായം പറഞ്ഞ പോലെ വോട്ട് പിടിച്ചെങ്കിലേ ഉള്ളൂ. അത് വലിയ വേഷത്തില്ല, ഭിന്നിപ്പിക്കത്തില്ല, ഇല്ല, അതിനുള്ള സാധ്യതയില്ല തുഷാറായതുകൊണ്ട്. ഇവിടുത്തെ പിന്നെ നിലവിലുള്ള MP തോമസ് ചാഴിക്കാടനാണ്. തോമസ് ചാഴിക്കാടൻ വിജയിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അത് ഫ്രാൻസിസ് ചാഴിക്കാടൻ കഴിഞ്ഞ പ്രാവശ്യം ഇതിൽ നിന്നേച്ച് ജയിച്ചു കഴിഞ്ഞിട്ട് മറ്റേതിനകത്തോട്ട് പോയാലോ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഇത് വരും. എന്ന് വെച്ചാൽ പുള്ളി ഇപ്പം തുടർച്ചയായി ജയിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു, 2 കൊല്ലമായിട്ട് ജയിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു. പുള്ളിക്ക് ചാൻസ് കിടക്കുന്നത്, പിന്നെ പറയാൻ പറ്റിയല്ല, 2 പേരും പല സ്ട്രോങ്ങുള്ള ആൾക്കാരാണ് കിടക്കുന്നത്. യൂണിസിലായിരുന്നു. അത് അദ്ദേഹം പറഞ്ഞത് ജനങ്ങളാണ് നോക്കുന്നത്, ജനങ്ങൾ എങ്ങോട്ടാ എന്ന് അറിയാൻ പറ്റില്ല. ഇപ്പോൾ പുള്ളി ഇങ്ങോട്ട് മറിഞ്ഞ കാരണം ജനങ്ങളെ ഇരിക്കുന്നത്, ആരും അത് പറയുന്നില്ല. സാധ്യതകൾ ഇപ്പോഴത്തെ നിലവിൽ നോക്കിയിട്ട് ഫ്രാൻസിസ് ജോർജ് കൊണ്ടുപോകുന്നു. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ്. ശക്തമായ പോരാട്ടം ഈ വെയിൽ പോലെയാണ്. കാല് പിടിക്കുകയല്ല. പിന്നെ SNDPയും സ്ഥാനാർത്ഥിയുണ്ട്, ചന്ദ്രബോസ്, അരമാരി ചിഹ്നം, അതൊന്നും കാല് പിടിക്കുകയല്ല. പിന്നെ ഇവിടെ മത്സരം LDFും UDFും. BJP ഒട്ടും ഒരു സീറ്റ് കേരളത്തിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല. സുരേഷ് ഗോപി കുറേ കാശെറിയും, വോട്ട് കിട്ടുകയല്ല. കാശ് മേടിച്ചാൽ അവർ വേറെ മാർഗത്തിന് പോകും, അതേ ഉള്ളൂ. നമുക്ക് പ്രയോജനം നാടിന് നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാർ ജയിച്ചു വിടണം. ഇതുവരെ ജയിച്ചു പോയവർ അങ്ങനെ അങ്ങനെയല്ല എന്നല്ല, കുറച്ചൊക്കെ. ഇപ്പോൾ ഒരു പാലം പണിതിട്ട് ഞങ്ങൾക്കൊക്കെ എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ഇവിടുന്ന് നടന്ന് അവിടെ ചെന്നേച്ച്, പിന്നെ ഇവിടുന്ന് 10 രൂപ കൊടുത്ത് ഇറങ്ങിയാലും പിന്നെ ഞങ്ങൾ നടന്നു പോകണ്ടേ. 6 മാസം കൊണ്ട് പാലം പണി തീരുമെന്ന് പറഞ്ഞതാണ്. ജാതി രാഷ്ട്രീയത്തിൽ നിന്നും പിതാവിൻ്റെ രാഷ്ട്രീയത്തിൽ നിന്നും മക്കളുടെ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതാണ് തുഷാർ വെള്ളാപ്പള്ളിയുടെ രാഷ്ട്രീയം. അതിനപ്പുറത്തേക്കുള്ള അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുകളെ ഫ്ലറിഷ് ചെയ്യുക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അല്ലാതെ എന്തുദ്ദേശമാണ് അദ്ദേഹത്തിനുള്ളത്? അദ്ദേഹത്തിന് റെയിൽവേ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പല കരാറുകളും ജോലികളും ഒക്കെ ഉണ്ട്. അതൊക്കെ കിട്ടണമെങ്കിൽ കേന്ദ്രത്തിൻ്റെ ഭാഗമായിട്ട് നിന്നേ പറ്റൂ അദ്ദേഹത്തിന്. സ്വാഭാവികമായിട്ടും അതെല്ലാം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെ ആ ഒരു രീതിയിലേക്ക് മാറ്റുന്നുണ്ട്.